ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് സ്കെയിൽ മേക്ക് ഓവറാണ് കേട്ടോ. സ്കൂളിൽ കൊണ്ടുപോയി ഷോ ഇളക്കാൻ പറ്റിയ ഒരവസരമാണ്. അതിന് വേണ്ടി സ്കെയിലിൻ്റെ അളവ് എടുത്തിട്ട് തന്നെ ഒരു A4 ഷീറ്റ് വേണം. ഞാൻ 30 അളവുള്ള സ്കെയിലാണ് കേട്ടോ എടുത്തത്. അതുകൊണ്ട് A4 ഷീറ്റിന് തികയാത്തതുകൊണ്ട് വരഞ്ഞിട്ടില്ല. അപ്പോൾ സൈഡോട്ടാക്കിയിട്ടാണ് കേട്ടോ ഞാൻ ചെയ്തത്. എന്നിട്ട് അതേപോലത്തെ നമ്പർ നമ്മൾ അച്ചടിച്ച് അവിടെ വരച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ സ്കെയില് A4 ഷീറ്റിൻ്റെ ഉള്ളിൽ ഒട്ടിച്ചു കൊടുക്കുക. ഈസിയാണ് കേട്ടോ. എന്നിട്ട് ഒന്ന് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് ചുറ്റി കൊടുക്കുക. പശ തേച്ച് അങ്ങ് ചുറ്റി കൊടുത്താൽ ഇതേപോലെ കിട്ടണം കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ളതാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ എൻ്റെ സ്കെയില് വലുതായതുകൊണ്ട് തന്നെ അവിടെ ഒരു വിടവുണ്ടായിരുന്നു. അത് തടയാൻ വേണ്ടിയിട്ടാണ് കഷ്ണം ഉള്ളത്. ആ കഷ്ണം കൊണ്ട് ഈസി ആയിട്ട് വിടവ് പോക്കിയിട്ടുണ്ട്. ഇനി അവിടെ ഉള്ളൊരു ഇതുണ്ട്, അത് ബാക്കിലോട്ട് നമ്മൾ ഒട്ടിക്കുക, അല്ലെങ്കിൽ കത്രിക കൊണ്ട് വെട്ടുക. ഞാൻ ബാക്കിലോ ഒട്ടിക്കുകയാണ് കേട്ടോ ചെയ്തത്. എന്നിട്ട് നല്ലൊരു സ്കെയിലായി എടുത്താൽ പിന്നെ അതിന് മുഞ്ചില്ലേ, പിന്നെ അത് പറയണ്ട. അതുകൊണ്ട് നമ്മൾ കുറച്ച് പെൻ ആൻഡ് സ്കെച്ചസ് എല്ലാം എടുത്തിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ ഒരു പിങ്ക് പെന്നാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. പിങ്ക് പെന്നുകൊണ്ട് പുഴ പോലെ നമ്മൾ വരയ്ക്കുന്നുണ്ട്. പുഴ പോലെ വരച്ചതിന് ശേഷം അതിന്മേൽ കളർ കൊടുക്കുന്നതിന് മുമ്പേ നമ്മൾ ഒരു സാധാ പെന്ന്, ഞാനൊരു ജെൽ പെന്നാണ് കേട്ടോ എടുത്തത്. എന്നിട്ട് ഞാൻ ജെൽ പെന്നെടുത്തിട്ട് അതിന്മേൽ ഫുള്ളായിട്ടൊന്ന് ഏതെങ്കിലും ഷേപ്സ് വരച്ച് കൊടുക്കുക. ഞാൻ പൂവാണ് കേട്ടോ വരച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലവ്, സ്റ്റാർ ഏതും വരയ്ക്കാം. എന്നിട്ട് ഞാൻ പിങ്ക് കളർ കൊടുത്തിട്ടുണ്ട്, എൻ്റെ ഫേവറേറ്റ് കളറാണല്ലോ. എന്നിട്ട് നമ്മൾ ആ പൂവ് കളറിൽ രസം ഉണ്ടാവില്ലല്ലോ, അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് അതിനെ ഒന്ന് കളർ അടിച്ചെടുക്കാം. ഞാൻ റെഡും പിന്നെ നടുവിൽ മഞ്ഞുമായിട്ടാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സ് എല്ലാം ഒട്ടിക്കാം. ഞാൻ ക്യൂട്ടാക്കാൻ വേണ്ടിയിട്ടൊരു കവായ് സ്റ്റിക്കർ എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് നല്ലൊരു കുട്ടിയെ നോക്കി പിങ്ക് കളറായിട്ട് പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ സ്കെയിലിൻ്റെ ആ തെമ്പ് ഭാഗത്ത് ആ സ്ഥലത്ത് അത് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ചു കൊടുക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ പകുതിയല്ലേ ഒട്ടിച്ചു കൊടുക്കും, അല്ലെങ്കിൽ നമ്പേഴ്സ് കാണില്ലല്ലോ. അപ്പോൾ പകുതിയാണെങ്കിൽ ബാക്കിയുള്ള സ്ഥലം നമ്മൾ തൊടുമ്പം കൈ ഒട്ടും. അതുകൊണ്ട് തന്നെ നമ്മൾ സലോ ടാപ്പ് വെച്ചിട്ട് ആ ഒട്ടുന്ന ഭാഗം ഒന്ന് ഫുള്ളായിട്ട് ഒട്ടാത്ത രീതിയിലാക്കുക. ഒട്ടാത്ത രീതിയിലാക്കിയിട്ടുണ്ട്. അതേപോലെ എടുത്തിട്ട് നമ്മൾ അതിൻ്റെ അവിടെ ചെറിയ സലോ ടാപ്പ് ഉണ്ടാവില്ലേ, ചെറിയ സലോ ടാപ്പ് വെച്ചിട്ട് ബാക്കോട്ടൊന്ന് ഒട്ടിക്കുക. ഇതേപോലെ ക്യൂട്ടായിട്ടുള്ള നമ്മുടെ കവായ് സ്കെയിൽ ഇവിടെ റെഡിയാവും. പിന്നെ കൂടാതെ ഞാൻ ഗോൾഡൻ പെന്നുകൊണ്ട് ഒരു ബോർഡർ ലൈൻ വെച്ചിട്ടുണ്ട്, അല്ലാതെ ആ പിങ്കിന് രസമില്ല. അപ്പോൾ നമ്മൾ ഇത്രയേ ഉള്ളൂ ഈ ക്യൂട്ട് സ്കെയിൽ ഉണ്ടാക്കാനുള്ള പരിപാടി. കവായ് സ്കെയിൽ എന്നാണ് ഞാനിതിനെ പേരിടുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി കമൻറ്റ് ചെയ്യുക. ബൈ ബൈ.